Okay. So last week problem start ചെയ്തിട്ടുണ്ടായിരുന്നു hexagonal pyramid അല്ലേ? Okay. A hexagonal pyramid, base side 25 mm and axis 60 mm, rest on its base on the HP with two base edges perpendicular to the VP. It is cut by a plane perpendicular to the VP. Perpendicular to the VP and inclined at 30 degree to the HP, meeting the axis at 25 mm from the vertex. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പ്രോബ്ലം അല്ലേ? ഇതുവരെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. Now cutting points is already marked here. Now we have to mark the cutting points in the top view. Okay, so cutting plane is cut by all edges is cut by the cutting plane അല്ലേ? എല്ലാ എഡ്ജസും കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ there are 6 points. ഓരോ പോയിന്റും നമ്മൾ അതാത് ഏത് എഡ്ജിലാണ് കട്ട് വന്നുള്ളത് അതാത് എഡ്ജിന്റെ ടോപ്പ് വ്യൂവിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പോയിന്റ് 1 ഓൺ OA and point 2 on OB, point 3 on OC, 3 മാർക്ക് ചെയ്തിട്ടുണ്ട്. Then invisible ആയിട്ടുള്ള പോയിന്റ്സ് on OD, point 4 on OE, point 5 and on OF, point 6, 3 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻവിസിബിൾ ആയിട്ടുള്ള പോയിന്റ്സ് അതുകൊണ്ട് ബ്രാക്കറ്റിൽ ഇട്ടു. നൗ വൺ ബൈ ആയിട്ട് ഇതിന്റെ ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യാം. പോയിന്റ് 1 ഈസ് ഓൺ OA, സോ പ്രൊജക്ട് ദിസ് പോയിന്റ് ഓൺ ടു OA. OA ന്റെ ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യും. സോ പോയിന്റ് 1 ടോപ്പ് വ്യൂ കിട്ടി. ദെൻ പോയിന്റ് 6 ഈസ് ഓൾസോ ഇൻ ദ സെയിം ലൈൻ അല്ലെ? 6ഉം സെയിം ലൈൻ, 1 and 6 ഒരേ പോയിന്റിലാണുള്ളത്, ഒരേ പൊസിഷനിലാണുള്ളത്. സോ 6 ആക്ച്വലി ഇറ്റ് ഇസ് ഓൺ OF. OAക്ക് ബിഹൈൻഡ് ആയിട്ടുള്ള എഡ്ജ് OF-ലാണ് പോയിന്റ് 6 ഉള്ളത്. സോ OF-ൽ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പോയിന്റ് 6 മാർക്ക് ചെയ്യാം. ഓക്കെ, നൗ പോയിന്റ് 2 and 5. പോയിന്റ് 2 and 5 നമുക്ക് ടോപ്പ് വ്യൂവിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മളിത് പ്രൊജക്ട് ചെയ്താൽ അത് കറക്റ്റ് ഒരു പോയിന്റിൽ ഇന്റർസെപ്റ്റ് ചെയ്യില്ല. പോയിന്റ് 2 ഈസ് ഓൺ OB and point 5 is on OE. Okay, ഇപ്പോൾ 2 OB-യിലേക്ക് പ്രൊജക്ട് ചെയ്യണമെങ്കിൽ അത് ഒരു കറക്റ്റ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നില്ല. സോ വി കാൻ മാർക്ക് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതിനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കോണിന്റെ ഒക്കെ കേസ് ചെയ്ത ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പ്രോബ്ലം ചെയ്ത പോലെ ഇവിടെ നമ്മൾ ആ പോയിന്റ് കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ ത്രൂ O. Okay, parallel to the XY line, draw a line through O and rotate any of the slant edge to that line. Okay, OC or OD. The radius ആക്കി എടുത്തിട്ട് O center ആക്കി വെച്ച് draw an arc. Okay, and mark that point as C1. So OC-നെ rotate ചെയ്ത് parallel to the XY ആക്കി. Okay, and the corresponding front view of OC is marked here. Okay, C1 dash mark ചെയ്തു. OC1 corresponding ആയിട്ട് C1 mark ചെയ്യുന്നു in the front view, and O dash C1 dash will represent the true length of the slant edge. Okay, അപ്പോൾ നമ്മൾ ആ പോയിന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് in the front view slant edge-ന്റെ true length കണ്ടുപിടിക്കുക. Okay, for that top view is rotated until it is parallel to the X line. Okay, top view line parallel to the X line. That means now that line is parallel to the VP and the corresponding front view will give the true length of that line. So OC rotate ചെയ്ത് parallel to the VP ആക്കി, parallel to the X line ആക്കി. So ആ പൊസിഷനിലുള്ള O dash C1 dash that will give the true length of the slant edge. Okay, now project these points, അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ആ പോയിന്റ്സ് 2 and 5 ഓൺ ടു ദാറ്റ് ലൈൻ സ്ലാന്റ് എഡ്ജിന്റെ ട്രൂ ലെങ്ത്തിലേക്ക് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, സ്ലാന്റ് എഡ്ജിന്റെ ട്രൂ ലെങ്ത്തിലേക്ക് പോയിന്റ് 2 and 5 പ്രൊജക്ട് ചെയ്യാണ്. ഓക്കെ, പോയിന്റ് 4 ഞാനത് മാറ്റി എഴുതിയതാണ്. പോയിന്റ് 2 and 5 റൈറ്റ് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്യുക, ജനറേറ്ററിന്റെ സ്ലാന്റ് എഡ്ജിന്റെ ട്രൂ ലെങ്ത്തിലേക്ക്. ആൻഡ് ഫ്രം ദിസ് പോയിന്റ് നമ്മൾ പോയിന്റ് 2 and 5ന്റെ ടോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്
ഇതിപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് OC1ലേക്കാണ്. സോ OC1ന്റെ ടോപ്പ് വ്യൂയിലേക്ക് മാർക്ക് ചെയ്യും. OC1ന്റെ ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്ട് ദിസ് പോയിന്റ് ടു OC1. ഓക്കെ, OC1 OC1ൽ ആ പോയിന്റ് മീറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് വിൽ ബി ദ ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് O to 2 and 5 ഇൻ ദ ടോപ്പ് വ്യൂ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ഈ സെന്റർ പോയിന്റ് O O2ലേക്കും O5ലേക്കും ഉണ്ടാവുക. ബട്ട് 2 ഈസ് ഓൺ OB അല്ലെ, 2 OBയിലാണുള്ളത്. സോ ഈ ലെങ്ത് തന്നെ OBയിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾ ജസ്റ്റ് ഒരു ആർക്ക് വരച്ചാൽ മതി. സെന്റർ ഓക്കെ വെച്ചിട്ട് ദിസ് വൺ റേഡിയസ് ആക്കി എടുത്തിട്ട് ഡ്രോ ആൻ ആർക്ക്. ഓക്കെ, ദാറ്റ് ആർക്ക് OBയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ഇറ്റ് ആസ് പോയിന്റ് 2. ഓക്കെ, OBയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 2. ദെൻ സെയിം ലെങ്ത് ഓൺ OEയിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പം യു വിൽ ഗെറ്റ് പോയിന്റ് 5. ഓക്കെ, 2 and 5 ആണ് നമുക്ക് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായത്. സോ ദാറ്റ് 2 പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് 3 and 4 ആണ്. 3 ഈസ് ഓൺ OC and 4 is on OD. Okay, so point 3 OC-ലേക്ക് പ്രൊവൈഡ് ചെയ്യാം. പോയിന്റ് 3 OC-ലേക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ നമുക്ക് അവിടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടുന്നുണ്ട്. സോ പോയിന്റ് 3 മാർക്ക് ചെയ്യാം. OC-യിൽ പോയിന്റ് 3 ആൻഡ് പോയിന്റ് 4 സെയിം ലൈൻ തന്നെ, ബട്ട് പോയിന്റ് 4 ഈസ് ഓൺ OD. സോ OD-യിൽ പോയിന്റ് 4 മാർക്ക് ചെയ്യാം. ഓക്കെ, 4 cutting points top will represent ചെയ്യുന്നത്. Now join these points using straight lines, continuous thick line. Continuous thick line വെച്ച് join ചെയ്യാം. അപ്പോൾ actually we are cutting this pyramid and removing the top portion അല്ല, removing the top portion remove ചെയ്താൽ അപ്പെക്സിന്റെ പോർഷൻ റിമൂവ് ചെയ്തു. സോ അത്രയും പോർഷനിൽ സ്ലാൻഡ് എഡ്ജസ് ഒക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്താൽ നമുക്ക് ടോപ്പിൽ that slant edges will not be visible. Okay, ഇത്രയും പോർഷനിൽ ആ സ്ലാൻഡ് എഡ്ജസ് കട്ട് ചെയ്ത് പോയി, റിമൂവ് ചെയ്തു. ആൻഡ് ഇപ്പോൾ നമ്മൾ ബൗണ്ടറി വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തിക്ക് ലൈൻസ് വരാൻ പാടില്ല ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പറയാം. നൗ ഹാച്ചിങ് ലൈൻസ് മാർക്ക് ചെയ്യുക. ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻ ഓർ സിമെട്രിക് ലൈൻ. ഈ ഒരു ഷേപ്പിന് സിമെട്രിക് ആയിട്ട് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈൻ ആദ്യം വരയ്ക്കുക. ഓക്കെ, ലൈൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ആ ലൈൻ ഓഫ് സിമെട്രി റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് ടു ദാറ്റ് ലൈൻ ഓഫ് സിമെട്രി 45 degree angle cut hatching lines provided. Okay, so this is the sectional top view of the cut pyramid. Clear or not? Clear? ഓക്കെ, ഇത്രയും പേരുള്ളൂ. ബാക്കിയുള്ളൊരു ഇല്ലേ ക്ലാസ്സിൽ? കമന്റ് പറയൂ. ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കുക കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നോ ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കണം. ഇപ്പോൾ കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലൈൻ ടു ദ HP ആയതുകൊണ്ട് തന്നെ ടോപ്പിൽ കാണുന്ന ഈ ഒരു ഷേപ്പ്, ദിസ് ഷേപ്പ് വിൽ നോട്ട് ബി ട്രൂ ഷേപ്പ്. Okay, true length of that shape will be this one, 1' to 3'. ഈ ഒരു ലെങ്ത് ആയിരിക്കും അതിന്റെ ആക്ച്വൽ ലെങ്ത്. ഓക്കെ, സോ അത്രയും ലെങ്ത്തിൽ നമുക്ക് ടോപ്പിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, കുറച്ച് റെഡ്യൂസ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ബിക്കോസ് ദാറ്റ് കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻ ടു ദ HP. ആൻഡ് നൗ ടു ഫൈൻഡ് ദ ട്രൂ ഷേപ്പ് എന്ത് ചെയ്യണം? ഡ്രോ എ ന്യൂ റെഫറൻസ് ലൈൻ പാരലൽ ടു ദ കട്ടിംഗ് പ്ലെയിൻ. ഓക്കെ, ഈ കട്ടിംഗ് പ്ലെയിന് പാരലൽ ആയിട്ട് ഡ്രോ അനദർ റഫറൻസ് ലൈൻ x1 y1 and project all these points in the front view to x1 y1 ലേക്ക് ഈ എല്ലാ പോയിന്റ്സും പെർപെൻഡിക്കുലർസ് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, 90 ഡിഗ്രി ആയിരിക്കണം, പെർപെൻഡിക്കുലർസ് ആണ്. Perpendiculars project here. Then measure the distance from top view to the xy line. ഓരോ പോയിന്റും ടോപ്പ് വ്യൂ നിന്ന് xy ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. 1 to xy line ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. മാർക്ക്
that distance in this line. 1 dash എന്ന് പ്രൊവൈഡ് ചെയ്ത ലൈനിൽ മാർക്ക് ചെയ്യാം. Okay. So okay, this much distance 1 to xy line distance അത് from x1 y1 1 dash എന്ന് വെച്ച ലൈനിൽ മാർക്ക് ചെയ്യാം. Okay. 1 സെയിം ലൈനാണ് 6 വരുന്നത്. സോ 6 എക്സ് ലേക്ക് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. 6 എക്സ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. Okay. 6. നെക്സ്റ്റ് പോയിന്റ് 2 and 5 ആണ്. സോ 2ന്റെ ടോപ്പിൽ നിന്ന് എക്സ് ലേക്ക് ഡിസ്റ്റൻസ് കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട്, മാർക്ക് ചെയ്യാം. From x1 y1 that distance measure ചെയ്യാം. 2 to xy line distance measure ചെയ്യാം. 0.2 and 5 സെയിം ലൈനിലാണ് വരുന്നത്. സോ 5 to xy line distance top of 0.5 to xy line distance മാർക്ക് ചെയ്യാം. 0.5. Okay. Next point 3 and 4. 3 and 4. ഡിസ്റ്റൻസ് എടുക്കേണ്ടത് 0.3ന്റെ ടോപ്പിൽ നിന്ന് എക്സ് ലൈനിലേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. 3 and 4ന്റെ ടോപ്പിൽ നിന്ന് എക്സ് ലൈനിലേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. സെയിം ലൈനിൽ മാർക്ക് ചെയ്യാം. ഓക്കെ. Okay. Now join all these points to get the true shape. So this will be the true shape of the cut surface. Section portion the true shape there. So line of symmetry, draw line of symmetry, and to that line of symmetry 45-degree angle hatching lens would provide. Okay. Now this is complete. Okay. Sectional top view, cutting plane, sectional top view, and true shape. Okay. So ഇതിന്റെ the mark distributions വരാൻ സാധ്യതയുള്ളത് drawing the front view and top view of the object 5 marks ഉണ്ടാവും. 5 marks for drawing the front view and top view of the object. Okay. Out of 20 ആണ് പറയുന്നത് യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേണിൽ. Out of 20 for drawing front view and top view of the object in the correct position 5 marks. Then cutting plane maximum 3 marks. Cutting plane in the correct orientation 3 marks. Then sectional top view 5 marks. Okay. Then projecting the true shape again or 5 or 6 mark. Okay. 5 or 6 okay. Then remaining 1 or 2 marks for neatness and dimension. Remaining 1 and 2 marks for neatness and dimension. അങ്ങനെയാണ് ഇതിന്റെ മാർക്സ് ഉണ്ടാവുക. സോ ഓരോ നമ്മൾ ചെയ്യുന്നതിനും മാർക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ അത് സെറ്റ് എവിടേക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡയമെൻഷൻ മാർക്ക് ചെയ്യാനുണ്ട്. ഡയമെൻഷൻ ബേസ് എഡ്ജിന്റെ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് 25 mm. 25 and height of the pyramid is 60 mm 60. And cutting plane is passing through the axis at a distance of 25 mm from the top. So distance 25 from the apex mark. Okay. Okay. Our distance is cutting plane pass through the axis. So 3 verses complete. Angle. What was the angle of the cutting plane? 30 degree. 30 degree. So 30 degree also. Mark. Clear ആയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾ വർഷയിലോ പോയിന്റ്സ് മാർക്ക് ചെയ്യലോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്യാം.
ക്ലിയർ ആണോ? കമന്റ് കേട്ടോ. ഓക്കെ. ലിസൺ, ഈ ഒബ്ജക്റ്റ് തന്നെ പല ടൈപ്പിൽ ചോദിക്കാം. ഇവിടെ പറഞ്ഞത് ടു ബേസ് എഡ്ജസ് ആർ പെർപെൻഡിക്കുലർ ടു ദ വി പി എന്നാണ് പറഞ്ഞത്. ടു ബേസ് എഡ്ജസ് പാരലൽ ടു ദ വി പി എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ടു ബേസ് എഡ്ജസ് ആർ പാരലൽ ടു ദ വി പി ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ വരണം? ടു ബേസ് എഡ്ജസ് പാരലൽ ടു ദ വി പി ആണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ആൻ എഡ്ജ് വിച്ച് ഈസ് പാരലൽ ടു ദ എക്സ് വൈ ലൈൻ. ഓക്കെ, പാരലൽ ടു ദ എക്സ് വൈ ആയിട്ടുള്ള എഡ്ജ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് വരുന്ന എഡ്ജ് ദാറ്റ് ഓൾസോ വിൽ ബി പാരലൽ ടു ദ എക്സ് വൈ ലൈൻ. Okay, so now two base edges are parallel to the VP or parallel to the X line in the top view. Okay, now ഇവിടെ നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? ഇവിടെ വരുന്ന ചേഞ്ചസ് പറയാൻ പറ്റും? കട്ടിംഗ് പ്ലെയിൻ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ സിമിലർ ആയിട്ടുള്ള കട്ടിംഗ് പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ഇതേ ടൈപ്പിലാണ് കട്ടിംഗ് പ്ലെയിൻ ഉള്ളതെങ്കിൽ there will be 6 cutting points as it is cutting all the slant edges. അല്ലെ, എല്ലാ എഡ്ജസിലും കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ 4 കട്ടിംഗ് പോയിന്റ്സ് ഉണ്ടാവും. ബട്ട് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിയർ two slant edges are parallel to the xy line in the top view. കാണാൻ പറ്റുന്നുള്ളൂ. OA and OD are parallel to the xy line. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? OA and OD parallel to the xy line ആണ് അതിനെക്കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? Yes, അതായത് these slant are parallel to the VP and therefore corresponding front view of these edges will give the true length. അതായത് OA and O dash A dash and O dash D dash will give the true length. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഈ റൊട്ടേഷനൊക്കെ അവോയ്ഡ് ചെയ്യാം. റൊട്ടേഷൻ അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ്റെ ആവശ്യം വരില്ല ഇവിടെ. കാരണം സപ്പോസ് ഇവിടെ ഒരു കട്ടിംഗ് പ്ലെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് 1, ദെൻ പോയിന്റ് 2 ഓൺ സിക്ക് ബിഹൈൻഡ് ആയിട്ട് പോയിന്റ് ഇ ആൻഡ് ബിക്ക് ബിഹൈൻഡ് ആയിട്ട് പോയിന്റ് എഫ്. ഓക്കെ, സോ OA പോയിന്റ് 1, OB പോയിന്റ് 2, ദെൻ OC പോയിന്റ് 3. ഓക്കെ, അവിടെ പോയിന്റ് 3 ഉണ്ടാവും. പിന്നെ OD പോയിന്റ് 4. ഓക്കെ, ഇനി റിമൈനിങ് വരുന്ന 2 പോയിന്റ്സ് എവിടെയാണ്? OE ആൻഡ് OF. OE എന്ന് പറയുന്നത് OCക്ക് ബിഹൈൻഡ് ആയിട്ടാണ്. സോ 3 ബിഹൈൻഡ് ആയിട്ട് പോയിന്റ് 5 വരും. ദെൻ 2 ബിഹൈൻഡ് ആയിട്ട് പോയിന്റ് 6 വരും. ഇവിടെ നിങ്ങൾ എല്ലാ പോയിന്റ്സും താഴേക്ക് പ്രൊവൈഡ് ചെയ്താൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് കിട്ടും. ഓക്കെ, എല്ലാ എഡ്ജസിലും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് നേരെ താഴേക്ക് ഡെവലപ്പ് ചെയ്താൽ താഴേക്ക് പ്രൊവൈഡ് ചെയ്താൽ എല്ലാ എഡ്ജസിലും കട്ട് ചെയ്യുന്ന പോയിന്റ്സ് കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് വരക്കാം. ഇവിടെ പോയിന്റ് 2 and 5 കണ്ടുപിടിച്ച പോലെയുള്ള ഒരു പ്രശ്നം ഇവിടെ വരില്ല. ഓക്കെ, അത് എപ്പോഴാണ് വരുന്നത്? വെൻ these edges are perpendicular to the xy line. Okay, edges അതായത് slant edges perpendicular to the xy line വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. slant edges perpendicular to the xy line വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതുപോലെ പോയിന്റ്സ് slant edgeന്റെ ട്രൂ ലെങ്ത്തിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കേണ്ടി വരുന്നു. ഇത് കുഴപ്പമില്ലാതെ നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, നൗ ഇനി നമുക്ക് എപ്പോഴും ഇങ്ങനെ വരണമെന്ന് ഇല്ല, നിർബന്ധമില്ല. സപ്പോസ് a base edge is inclined certain angle to the VP. Okay, base edge inclined to VP ചോദിക്കാം.
ബേസ് എഡ്ജ് ഇൻക്ലൈൻ ടു വി പി. ഇത് പെർപെൻഡിക്കുലർ ടു വി പി ആണ്. ടു ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു വി പി, ടു ബേസ് എഡ്ജസ് പാരലൽ ടു വി പി. അത് രണ്ടാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, നൗ എ ബേസ് എഡ്ജ് ഇൻക്ലൈൻ ടു വി പി അറ്റ് സർട്ടൻ ആംഗിൾ. അങ്ങനെ ചോദിക്കാം. അപ്പൊ എങ്ങനെ വരയ്ക്കണം? Hexagonal pyramid is resting on one of its base edges on HP with a base edge inclined 40 degree to the VP. Base edge rest on HP and one of the base edges is inclined 40 degree to VP. ആണെങ്കിൽ എങ്ങനെ വരച്ചു തുടങ്ങും? ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ വരച്ചു തുടങ്ങാം. പറഞ്ഞു, അറിയുന്ന ആള് പറഞ്ഞു. ഒരു ബേസ് എഡ്ജ് വി പി ആയിട്ട് 40 ഡിഗ്രി മേക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. സോ 40 ഡിഗ്രിയിൽ ഒരു ബേസ് എഡ്ജ് റെപ്രസെന്റ്. ഫോർ ദാറ്റ് ഡ്രോ എ ലൈൻ അറ്റ് 40 ഡിഗ്രി ടു ദ എക്സ് ലൈൻ. 40 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരക്കുക. അതിൻ്റെ അകത്ത് ഒരു എഡ്ജ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ദെൻ ബാക്കി എഡ്ജസ് അതിൻ്റെ അകത്ത് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. 120 ഡിഗ്രി ആംഗിൾ എടുത്ത് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് റോങ് ആണെങ്കിൽ നിങ്ങളെ മാർക്ക് പോകും. ഓക്കെ, സോ കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്തു തുടങ്ങുക. ആൻഡ് ചില കേസിലൊന്നല്ല, ലാസ്റ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു ദ വി പി. ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു ദ വി പി എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, resting on base on HP with a base edge inclined 30 degree to VP. അപ്പോൾ നമ്മൾ 30 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ ആയിരിക്കും. അതിൻ്റെ അകത്ത് ഒരു എഡ്ജ് റെപ്രസെന്റ് ചെയ്യും അല്ലേ? ഒരു എഡ്ജ് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, നൗ 120 ഡിഗ്രി എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് വന്നാൽ എല്ലാം വരച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പൊസിഷൻ ഇതുപോലെ ഉണ്ടാവുക. ഓക്കെ, അതായത് ടു ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു ദ എക്സ് വൈ ആയിട്ടുള്ള പൊസിഷനാണ് കിട്ടുക. അതെന്തുകൊണ്ട് അങ്ങനെ കിട്ടുന്നത്? 30 ഡിഗ്രിയിൽ നമ്മൾ എടുത്ത് വരച്ചാൽ ഒരു എഡ്ജ് 30 ഡിഗ്രിയിൽ വരച്ച് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും രണ്ട് ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ടാണ്? ദിസ് ഈസ് 120 ഡിഗ്രി അല്ലേ? 120 ഡിഗ്രി ആണല്ലോ. രണ്ട് എഡ്ജിന് എടുക്കണമെങ്കിൽ 120 ഡിഗ്രി. ആൻഡ് ദിസ് ഈസ് 30 ഡിഗ്രി. ഇപ്പൊ ഞാൻ ഇവിടെ ലൈൻ വരക്കാം ത്രൂ ദിസ് കോർണർ. അപ്പോൾ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇതും 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഇത് 30 ആണെങ്കിൽ ഈ സൈഡിൽ വരുന്നത് എത്രയായിരിക്കും? ഈ സൈഡിൽ വരുന്നത് എത്രയായിരിക്കും? 30 തന്നെ ആയിരിക്കുമല്ലോ. ബിക്കോസ് ടോട്ടൽ ആംഗിൾ 180 വരണം. ഇപ്പോൾ ഇവിടെ 120, ഇത് 30, 150 ആയി. റിമൈനിങ് ആംഗിൾ ഇപ്പോൾ 30 ആയിരിക്കണം. സോ ഈ ആംഗിൾ 30 തന്നെയായിരിക്കും. അപ്പോൾ ഈ രണ്ട് എഡ്ജസും ഈക്വലി ഇൻക്ലൈൻ ടു ദ വി പി ആണ്. ഓക്കെ, ടു ബേസ് എഡ്ജസ് ഈക്വലി ഇൻക്ലൈൻ ടു ദ വി പി ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ്റെ അത് 30 ഡിഗ്രി ആംഗിൾ തരുന്നതിന് പകരം ക്വസ്റ്റ്യനിൽ പറയാം hexagonal pyramid is resting on its base on HP with two base edges equally inclined to VP. Two base edges equally inclined to VP. ഇത് നിങ്ങൾ സ്ക്വയർ പ്രിസത്തിന്റെ കേസ് ലാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സ്ക്വയർ പ്രിസം, സ്ക്വയർ പിരമിഡ് ഒക്കെ വരുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെന്റിലും സെക്ഷൻസിൽ തന്നെ ഫസ്റ്റ് പ്രോബ്ലം, സെക്കൻഡ് പ്രോബ്ലം അതായിരുന്നു, ഈക്വലി ഇൻക്ലൈൻ ടു വി പി ആയിട്ടുള്ളത്. ബട്ട് അതൊക്കെ സ്ക്വയർ ആയിരുന്നു. ഇത് ഹെക്സഗൺ ആണ്. സ്ക്വയർ ആണെങ്കിൽ ഈക്വലി ഇൻക്ലൈൻ ടു വി പി വരുമ്പോൾ എത്രയാണ് ആംഗിൾ വരിക? What is the angle? 45 അല്ലെ? സ്ക്വയർ ആണെങ്കിൽ ആ ഈക്വലി ഇൻക്ലൈൻ എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി ആംഗിൾ നിങ്ങൾ എഡ്ജ് റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. ബാക്കി അതിന് കണ്ടൻസായിട്ട് വരച്ചു കൊണ്ടുവരും. സോ ഇവിടെ ഹെക്സഗൺ ആയതുകൊണ്ട് നമ്മളത് 30 ഡിഗ്രി എടുത്തിട്ട് വരക്കേണ്ടി വരും. അങ്ങനെ ഇതുവരെ ചോദിച്ചു കണ്ടില്ല. അഥവാ ചോദിച്ചാൽ വരക്കാൻ പറ്റണം. ഓക്കെ, സപ്പോസ് പെന്റഗണിലാണ് ചോദിക്കുന്നതെങ്കിലോ? പെന്റഗൺ വിത്ത് ടു ബേസ് എഡ്ജസ് ഈക്വലി ഇൻക്ലൈൻ ടു വി പി. ആ ആംഗിൾ നിങ്ങൾക്ക് അറിയോ എത്രയാണെന്നുള്ളത്? ടു ബേസ് എഡ്ജസ് ഈക്വലി ഇൻക്ലൈൻ ടു വി പി.
ആംഗിൾ അറിയില്ല, ബട്ട് നിങ്ങൾക്ക് അറിയാം എന്തായാലും ടു ബേസ് എഡ്ജസ് ഈക്വലി ഇൻക്ലൈൻ ടു വി പി ആണെങ്കിൽ ഇതുപോലെയാണ് വരേണ്ടത് അല്ലേ, ഇതുപോലെയാണ് വരിക. അതായത് ഫൈനലി വൺ ബേസ് എഡ്ജ് വിൽ ബി പാരലൽ ടു ദ എക്സ് വൈ ലൈൻ. ഈ രണ്ട് ബേസ് എഡ്ജും ഈക്വലി ഇൻക്ലൈൻ ടു വി പി ആകുന്ന സമയത്ത് ഈ കോർണറിന് ഓപ്പോസിറ്റ് വരുന്ന എഡ്ജ് ദാറ്റ് വിൽ ബി പാരലൽ ടു ദ എക്സ് വൈ ലൈൻ. ഓക്കെ, സോ പെന്റഗണിന്റെ കേസിൽ ടു ബേസ് എഡ്ജസ് ഈക്വലി ഇൻക്ലൈൻ ടു വി പി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഒരു എഡ്ജ് പാരലൽ ടു ദ എക്സ് വൈ ലൈൻ ആയിട്ട് വരച്ചു തുടങ്ങാൻ പറ്റും. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുന്നതനുസരിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഓക്കെ, നൗ റൈറ്റ് ഡൗൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A pentagonal pyramid, side of base 30 mm, a pentagonal pyramid, side of base 30 mm, and axis 90 mm long, a pentagonal pyramid, side of base 30 mm, 30, and axis 90 mm long, 90 mm long, is resting on its base, 90 mm long, is resting on its base with one of its base edges parallel, pentagonal pyramid, side of base 30 mm and axis 90 mm long, is resting on its base with one of its base edges parallel, nearer, and 15 mm, 15 mm away from VP. 15 mm away from VP. It is cut by a plane. Passing through the center of the axis. It is cut by a plane passing through the center of the axis. And one corner of the base, passing through the center of the axis and one corner of the base which is on the extreme right. One corner of the base which is on the extreme right. Stop. The cutting plane is perpendicular to the VP. The cutting plane is perpendicular to the VP. Full stop. Draw the front view and sectional top view. Draw the front view and sectional top view. Draw the front view and sectional top view. What is the inclination of the section plane with HP? What is the inclination of the section plane with HP? Okay. Draw the front view and sectional top view. What is the inclination of the section plane with HP? A pentagonal pyramid, side of base 30 mm and axis 90 mm long, is resting on its base with one of its base edges parallel, nearer, and 15 mm away from VP. It is cut by a plane passing through the center of the axis and one corner of the base which is on the extreme right. The cutting plane is perpendicular to the VP. Draw the front view and sectional top view. What is the inclination of the section plane with HP? Okay, that's the question. So first, identify the position of the object. Pentagonal pyramid ആണ്. Okay, പല ആൾക്കാരും പിരമിഡ് എന്ന് പറയും പ്രിസം വരക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വരച്ചു തുടങ്ങാം. ഓക്കെ, pentagonal pyramid ആണ്. It is resting on its base on the HP and one of the base edges is parallel to the VP and nearer to it and 15 mm away from it. Okay, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
സോ എങ്ങനെയാണ് വരച്ചു തുടങ്ങുന്നത്? എനിവൺ? ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. Pentagonal pyramid resting on its base on the HP with a base edge parallel to the VP, nearer to the VP and 15 mm away from it. Away from it, 15 mm away from the VP. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. പാരലൽ ടു ദ VP ഒരു എഡ്ജ് വരണമെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് പറയും. ഒരു എഡ്ജ് പാരലൽ ടു VP ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എന്തായാലും ടോപ്പ് വ്യൂ ആണല്ലോ. ആ പറഞ്ഞോ. ആ പാരലൽ ടു ദ XY ലൈൻ അല്ലേ? റെസ്റ്റിംഗ് ഓൺ ബേസ് ഓൺ HP ആയതുകൊണ്ട് ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP ആണ്. സോ ടോപ്പ് വ്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് വിത്ത് ടോപ്പ് വ്യൂ. ഇപ്പോൾ ടോപ്പ് വ്യൂലാണ് പെൻഡഗൺ ഷേപ്പ് വേണം. അപ്പോൾ വൺ ബേസ് എഡ്ജ് പാരലൽ ടു ദ VP എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബേസ് എഡ്ജ് പാരലൽ ടു ദ XY ലൈൻ വരണം. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ ഇതുപോലെ വരച്ചാൽ കറക്റ്റ് ആവും. വേറെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? 15 mm away from VP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 15 mm away from VP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ദിസ് ഡിസ്റ്റൻസ് ഷുഡ് ബി 15 mm. 15 mm away from VP ആയിരിക്കണം. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? This is also parallel to the VP. One base edge parallel to the XY line തന്നെയാണ്. ബട്ട് ഈ പാരലൽ എഡ്ജ് നിയറർ ടു ദ VP ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പാരലൽ ആയിട്ടുള്ള എഡ്ജ് നിയറർ ടു ദ VP ആണ് ആൻഡ് 15 mm away ഫ്രം ദ VP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് കറക്റ്റ് അല്ല, ഇത് തെറ്റാണ്. സോ ഇതാണ് കറക്റ്റ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ്? ഡ്രോ ദ XY ലൈൻ 15 mm away ആയിട്ട് 15 mm ബിലോ ആയിട്ട് വൺ എഡ്ജ് പാരലൽ ടു ദ XY ലൈൻ വരക്കുക. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് തുടങ്ങേണ്ടത്. പിരമിഡ് ആണ്. സോ സ്ലാൻഡ് എഡ്ജസ് തിക്ക് ആയിട്ട് മാർക്ക് ചെയ്യണം. A base corners A, B, C, D and E, apex O. Front wheel visible ആയുള്ള corners A dash, O dash, apex, then right side point C and middle point D. ഇത്രയായിരിക്കും visible ആയിട്ടുള്ളത്. E and D is nearer to the XY line, so it will not be visible in the front view. E dash and D dash bracket ൽ മാർക്ക് ചെയ്യാം. Okay, B visible ആണ്, so BO thick ആയിട്ട് മാർക്ക് ചെയ്യാം. E visible ആയതുകൊണ്ട് അത് ഡാഷ്ഡ് ആയിട്ട് മാർക്ക് ചെയ്യാം. D visible അല്ല, സോ ദാറ്റ് ഓൾസോ ഡാഷ് ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യാം, DO. Okay, now what is the condition of the cutting plane? Cutting plane എങ്ങനെയാണ് പറഞ്ഞത്? There is no particular angle. ഒരു പെർട്ടിക്കുലർ ആംഗിൾ പറഞ്ഞിട്ടുണ്ടോ കട്ടിംഗ് പ്ലെയിനിന്റെ? ആംഗിൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ആക്ച്വലി ആംഗിൾ എത്രയാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്താണ് കട്ടിംഗ് പ്ലെയിന്റെ കണ്ടീഷൻ ഇവിടെ പറഞ്ഞത്? ആക്സിസിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യണം. സോ ആക്സിന്റെ സെന്റർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ആക്സിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യണം. ഓക്കെ, ഒരു പോയിന്റ്. പിന്നെ എന്താ കണ്ടീഷൻ? റൈറ്റ് ബേസിൽ റൈറ്റ് എക്സ്ട്രീമിലുള്ള കോർണറിലൂടെ പാസ് ചെയ്യണം. അപ്പൊ ഏതായത് റൈറ്റ് എക്സ്ട്രീമിലെ കോർണർ?
ബേസ് റൈറ്റ് എക്സ്ട്രീമിലെ കോർണർ, അതായത് പോയിന്റ് സി അല്ലെ, സി ഡാഷ്. സോ മിഡിൽ പോയിന്റിലൂടെയും പാസ് ചെയ്യണം, സിയിലൂടെയും പാസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കട്ടിംഗ് പ്ലെയിൻ ആണ്. ആൻഡ് ദാറ്റ് കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക. ഓക്കെ, ഇതൊക്കെ പെർപെൻഡിക്കുലർ ടു വി പി, എങ്ങനെയൊക്കെ വെച്ചാൽ പെർപെൻഡിക്കുലർ ടു വി പി. സോ ദ കട്ടിംഗ് പ്ലെയിൻ വിൽ ബി വിസിബിൾ ആസ് എ ലൈൻ ഇൻ ദ ഫ്രണ്ട് വ്യൂ. പെർപെൻഡിക്കുലർ ടു വി പി ആകുമ്പോൾ കട്ടിംഗ് പ്ലെയിൻ ഫ്രണ്ട് വ്യൂ ഒരു ലൈൻ ആയിട്ട് കാണാം. സോ ഫ്രണ്ട് വ്യൂ തന്നെ നമുക്ക് കട്ടിംഗ് പ്ലെയിൻ കൂടെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ആംഗിളിന്റെ ആവശ്യമുണ്ടോ? കട്ടിംഗ് പ്ലെയിൻ ഒരു ലൈനായിട്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ ലൈന് പാസ് ചെയ്യുന്ന 2 പോയിന്റ്സ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിലേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനേ വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് കട്ടിംഗ് പ്ലെയിൻ വരിക. ഓക്കെ, ബാക്കി ബ്രേക്കിന് ശേഷം എടുക്കാം കേട്ടോ, ടൈം ആയില്ലേ. ഓക്കെ, താങ്ക് യു. ആശംസ പ്രസന്റ് ആണ്. നിങ്ങളൊക്കെ ലേറ്റ് അല്ലേ?